അച്ചമ്മാസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാറുള്ളത് പോലെ ഇന്നും വറുത്തുകൊണ്ടാണ് ഇൻട്രോ പറയുന്നത്. ഇതൊരു രാവിലെ ഒരു തീയലിന് വേണ്ടിയിട്ട് ആണ് തേങ്ങ വറുക്കുന്നത്. തീയലിന് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് വെണ്ടയ്ക്ക, ഉള്ളി, പച്ചമുളക് ഇത്രയും മാത്രം ചേർത്ത് എണ്ണയിൽ വേവിച്ച് തീയൽ വയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഇതിൽ തേങ്ങയോടൊപ്പം ചെറിയ ഉള്ളി, പുളി, ഒരു പിഞ്ച് കുരുമുളക്, ഒരു പിഞ്ച് ഉലുവ, ഒരു പിഞ്ച് ജീരകം എന്നിവയൊക്കെ ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ആയി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. തീയൽ വയ്ക്കട്ടെ. അങ്ങനെ എൻ്റെ തീയൽ റെഡിയായി കേട്ടോ. വറുത്തരച്ച തീയൽ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം. ഞാൻ വളരെ കുറച്ച് ചേർത്തുള്ളൂ, കാരണം കുരുമുളക് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ കറിയിലും കുരുമുളക്, ഇഞ്ചി മുതലായവ ചേർക്കാറുണ്ട് കേട്ടോ. ഇനി കുറച്ച് നെത്തോലി മീനാണ്, അത് ഇന്നലെ വാങ്ങിയതാണ്. ഒന്നാണ് എടുത്ത് വെള്ളത്തിലിട്ടിരിക്കുന്നു. അതിനെ ഇനി ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നെത്തോലി ഫ്രൈ ചെയ്യാനും ഇട്ടു. ഈ നെത്തോലി മസാല എന്ന് വെച്ചാൽ മുളക് പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ല, തുള്ളിയൊന്നും ചേർത്തില്ല. പിന്നെ കുരുമുളക് പൊടി, ഒരു മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിത് കുഴച്ചപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുഴച്ച്. ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴയ്ക്കുന്നതല്ല, അങ്ങനെ ഞാൻ കുഴച്ചിട്ടില്ല. പിന്നീട് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്, നിങ്ങളിൽ ആരൊക്കെയോ അങ്ങനെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കുഴയ്ക്കുന്നത്, നാരങ്ങാ പിഴിഞ്ഞ് ഒഴിച്ച് കുഴയ്ക്കുന്നതല്ല. അതുകൊണ്ട് അതും കൂടെ കുഴച്ച് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രൈ ചെയ്യുകയാണ്. പിന്നെ ചെറിയൊരു മെഴുക്ക് പുരട്ടി, 2 വെണ്ടയ്ക്കായും ഒരു പകുതി കത്തിരിക്കായും മുറിച്ചത് മെഴുക്ക്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഊണുള്ള കറിയാണ്. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ട് വളരെ സന്തോഷം. ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ. നന്ദി, നമസ്കാരം.